സലാലയിലെ വസന്തോത്സവമായ ഖരീഫ് സീസൺ അവസാന ഘട്ടത്തിലെത്തിയതോടെ വിനോദസഞ്ചാരികൾ മടങ്ങി തുടങ്ങി. ഒമാനിലെ സലാലയിൽ നിന്ന് അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 2 മാസം നീണ്ടു നിൽക്കുന്ന ഖരീഫ് സീസൺ സലാലയിൽ മാത്രമല്ല, ഒമാനിലെ മുഴുവൻ ആളുകൾക്കും, സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആഘോഷത്തിന്റെ കാലമാണ്. സ്വാഭാവികമായും ബിസിനസ് മേഖലയിൽ ഈ സമയത്ത് വലിയ ഉണർവുണ്ടാകും. പല ആളുകളും, സലാലയിലെ പല ബിസിനസ്സുകാരും പറയുന്ന ഒരു കാര്യം, 2 മാസത്തെ ബിസിനസ് മതി. അതായത് ഞങ്ങൾക്ക് 2 മാസത്തെ വളരെ സമൃദ്ധമായ ഒരു ബിസിനസ് കാലം, ഈ ഖരീഫ് സീസണിൽ ഈ 2 മാസത്തെ ബിസിനസ് കാലം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസം നാട്ടിൽ പോയി നിന്നാലും യാതൊരു കുഴപ്പവുമില്ല, ബിസിനസ് ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന മലയാളി ബിസിനസ്സുകാരെ നിരവധി പേരെ സലാലയിൽ കണ്ടു. അതായത് ഈ വർഷത്തെ ഖരീഫ് സീസൺ ചെറിയ നേരിയ മഴ പൊഴിയുന്ന സമയം, അതുപോലെ തന്നെ ചുറ്റും പച്ചപ്പുകൾ, ഈ 10 മാസക്കാലം മയങ്ങിക്കിടന്ന അല്ലെങ്കിൽ കരിഞ്ഞു കിടന്ന ചെടികൾ ഭൂപ്രദേശം മുഴുവൻ ചുവന്ന് തുടുത്ത് പച്ചത്തുടുപ്പോടെ പൂക്കൾ വിരിയിച്ച് വളരെ മനോഹരമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഖരീഫ് സീസൺ. എന്തായാലും ഈ ഖരീഫ് സീസണിന് സമാപനമാവുകയാണ്. ഇനി കാത്തിരിപ്പാണ്. അടുത്ത ഖരീഫ് സീസണിന് വേണ്ടിയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദേശികളുടെയും കാത്തിരിപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.